ഹലോ നമസ്കാരം, ട്രാവൽ ബോർഡ് പുതിയ എപ്പിസോഡിലൂടെ എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ ചേരാനല്ലൂരാണ്. അപ്പൊ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാവൽ വീഡിയോ ഒന്നല്ല കേട്ടോ, ഇന്നൊരു നോമ്പ് തുറയാണ്. നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് പോയില്ലേ, വാൽപ്പാറ ട്രിപ്പ്. ആ ട്രിപ്പിൽ ഉണ്ടായിരുന്ന നമ്മുടെ കുറച്ച് കൂട്ടുകാരന്മാരെ ഒത്തിട്ട് ഒരു നോമ്പ് തുറ സെറ്റ് ചെയ്തേക്കാണ് ചേരാനല്ലൂരുള്ള ലുക്കാമോ റെസ്റ്റോറന്റിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ചെക്കന്മാരെ കാണിച്ചു തരാം. നമ്മളെ വാൽപ്പാറ ട്രിപ്പിൽ ഉണ്ടായിരുന്ന ഷാനു പണക്കം കാണിക്കല്ലേ, കഴിഞ്ഞ പോലെ തന്നെ നമ്മളെ വണ്ടി ഓണർ റാസിക്ക്, ഷാനു, റിസ്വാൻ ഉണ്ടായിരുന്നില്ല അല്ലേ? റിസ്വാൻ ഉണ്ടായിരുന്നില്ല, റിസ്വാൻ വാൽപ്പാറയിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ അൻസാറുണ്ട്, അൻസാറിന് വീഡിയോയിൽ വരാവുന്നതാണ്. ഇന്ന് പ്രത്യേകം എന്തോ ഒരു നാണം. അതെ, ലുക്കാമോ റെസ്റ്റോറന്റ്, റെസ്റ്റോറന്റ് കേട്ടോ. അപ്പൊ ഈ പുറകെ കാണുന്നതാണ് ലുക്കാമോ റെസ്റ്റോറന്റ്. സംഭവം നമ്മ ഇതിനു മുമ്പ് 2 നോമ്പുറ നടത്തി. അതായത് നമ്മുടെ വേറെ കുറച്ച് കൂട്ടുകാരന്മാരായിട്ട് നോമ്പുറൊക്കെ നടത്തി. ഒന്ന് നമ്മുടെ അൻസാറിന്റെ വീട്ടിലായിരുന്നു, പിന്നെ ഒന്ന് നടത്തിയത് ഫോറം മാളിൽ വെച്ചിട്ട് നമ്മുടെ കൂട്ടുകാരന്മാരും ഫാമിലിയൊക്കെ ആയിട്ട്. അത് രണ്ടും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, അത്ര സക്സസ്ഫുൾ ആയിരുന്നില്ല. കാരണം ലേറ്റ് ആയിട്ടൊക്കെയാണ് എത്തിയത്. അപ്പൊ ഇതെങ്കിലും ഒന്ന് നല്ല രീതിയിൽ നോമ്പുറ സെറ്റ് ആക്കി എടുക്കണം. പിന്നെ നമ്മളെ വീഡിയോ എടുക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പാക്കേജ് എങ്ങനെയാന്ന് അകത്തേറി ചോദിക്കട്ടെ. അൻസാറും ഷാനും കൂടിയാണ് ബുക്ക് ചെയ്തേക്കണം. എനിക്ക് ഇതിന്റെ ഡീറ്റെയിൽ ഒന്നും അറിയില്ല. അപ്പൊ അകത്തേറിയിട്ട് നമുക്ക് എന്താണ് സംഭവം ഉള്ളതൊക്കെ നോക്കാം. അകത്തോട്ട് കയറട്ടെ. നമ്മുടെ ചിറ്റൂർ ചേരാനല്ലൂർ റോഡിലുള്ള ആസ്റ്റർ മെഡിസിറ്റി ഇല്ലേ, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ലുക്കാമോ റെസ്റ്റോറന്റ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ റീല് കണ്ടിട്ടാണ് ഇത് ബുക്ക് ചെയ്യണത്. ഷാനൊക്കെ അകത്ത് കയറിയിട്ട് അതിന്റെ ഡീറ്റെയിൽ ഒക്കെ അന്വേഷിച്ചിട്ട് വരുന്നുണ്ട്. നമുക്ക് അകത്തോട്ട് കയറാം. റെസ്റ്റോറന്റിന്റെ മുകൾ ഭാഗം വണ്ടി കാണുന്നത്. ശരിക്കും നമുക്ക് സീറ്റ് അറേഞ്ച് ചെയ്ത് ഇവിടെ ആയിരുന്നു. കാരണം നമ്മൾ ആദ്യം ബുക്ക് ചെയ്തത് 5 പേർക്കായിരുന്നു. പക്ഷെ 8 പേര് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ സീറ്റ് തികയാത്തതുകൊണ്ട് നമുക്ക് താഴത്തേക്ക് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ഒരു കായലിന്റെ തീരത്തിരുന്നിട്ട് ഈ ഒരു ആംബിയൻസിൽ ഫുഡ് കഴിക്കുന്ന ഒരു അടിപൊളിയായിരുന്നു. റെസ്റ്റോറന്റിന്റെ താഴെ ഇവിടെ ആയിട്ടാണ് നമുക്ക് സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നോമ്പ് തുറക്കാൻ ടൈം ആയതുകൊണ്ട് തന്നെ ഒരു ഇഫ്താർ പാക്കേജ് പറഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കുന്നുണ്ട്. ഈ ഒരു പാക്കേജിനെ കുറിച്ച് പറയാം. അതായത് 5 പേർക്ക് 1750 വരുന്ന ഇഫ്താർ പാക്കേജാണ് നമുക്ക് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ വാട്ടർ ലെമൺ ജ്യൂസും കട്ട് ഫ്രൂട്ട്സ്, ഈന്തപ്പഴം, പിന്നെ അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ ഒരു ലൈം ജ്യൂസും ഉണ്ടാവും. ഇത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ചായയും 3 തരം വെറൈറ്റി സമൂസയും ഉണ്ടാവും. ആയിരുന്നില്ലാത്ത 2 പേരും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. തൗസിഫും വന്നിട്ടുണ്ട്, ബെൻഷാവും വന്നിട്ടുണ്ട്, കടികളും വന്നിട്ടുണ്ട്. എല്ലാരും നോമ്പ് തുറന്നിട്ടോ. ബാങ്കുളി ഇവിടെ കേൾക്കൂല. അപ്പൊ 6:39 ഏറ്റവും ലേറ്റ് ആയിട്ടുള്ള ടൈം. ആ ടൈം വെച്ചിട്ട് അങ്ങോട്ട് നോമ്പ് തുറന്നു. ഷാനുവിന്റെ വീട്ടിൽ 6:35 ബാങ്ക് വിളിക്കുന്നു പറഞ്ഞിട്ട് കയറോട്ടിക്കണായിരുന്നു നോമ്പ് തുറക്കാനായിട്ട്. നമ്മ സമ്മതിപ്പിച്ചില്ല. 6:34 ഇവൻ നോമ്പ് തുറന്നൊരു സംശയമുണ്ട്. എന്താ പറയാ, അപ്പുറത്ത് വേറെ ഒരു നോമ്പ് തുറ ടീം ഇരിക്കുന്നുണ്ട്. മേളിൽ കുറച്ച് പേരുണ്ട്. നമുക്ക് പുറത്താണ്ട് സെറ്റ് ചെയ്തേക്കണം.
ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതെന്നല്ലേ ഇത് നെയ്ച്ചോറല്ലേ, ഗീ റൈസും ബീഫ് റോസ്റ്റ്. ഇതാണോ പ്ലാറ്റർ? പ്രോൺസ് ഉണ്ട്, പിന്നെ എന്തൊക്കെ ഉണ്ട് അതില്? ചിക്കൻ ഫ്രൈ, അൽഫാമ, ബീഫ് ഫ്രൈ ഒക്കെ വീഡിയോ എടുത്ത് മാത്രം ഉണ്ടാവുള്ളൂ. അതെന്താണ് അതിന് വേറെ എന്ത് ഡിഷാണുള്ള? കരിമീനാണ്, അൽഫാമ്, കൊഞ്ച്, ടിക്ക, കബാബ് കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നണ മറ്റേ ഇതാണെന്ന് മിക്കാറ് ഫുഡ് ചെയ്യൂടാ. ഞാൻ വന്നിരിക്ക കുറച്ച് രണ്ടെണ്ണം ഓർഡർ ചെയ്തപ്പോ എന്താ പറയണ്ടായിരുന്നല്ലടാ? രണ്ടെണ്ണം ഓർഡർ ചെയ്തപ്പോ എന്താ പറയണ്ടായിരുന്നല്ലേ? മാറിയിട്ടുണ്ട് കേട്ടോ ലുക്കാമോ റെസ്റ്റോറന്റില്. ഇവിടെ പാട്ട്, വേറെ കുറച്ച് ചെക്കന്മാര് ഇരിക്കണ്ട്. നമ്മളെ ചെക്കന്മാര് ഇവിടുന്നിട്ട് നല്ലോണം തട്ടി ഇവിടെ ഉണ്ട്. ഞാൻ ഇനിയിപ്പൊ ചെന്നില്ലെങ്കിൽ എനിക്ക് ഫുഡ് ഉണ്ടാവില്ല. ഫുഡ് കഴിക്കട്ടെ. നോമ്പുറയൊക്കെ കഴിഞ്ഞിട്ടാ. അതെ, 2 ഷാനൂട് ഉണ്ട്. അവന്മാര് അവിടെ ഓട്ടോ എടുത്ത് പോകാൻ വേണ്ടി പോണാണ്. റാസിക്കിന് ഒരു ഓട്ടോ അടിച്ചിട്ട് അവൻ പോയി. നമ്മളിവിടെ ഇറങ്ങാൻ വേണ്ടി പോണാണ്. അപ്പൊ ചെക്കന്മാരോട് അഭിപ്രായം ചോദിക്കാം. എങ്ങനെയുണ്ടാ നോമ്പുറൊക്കെ ഉണ്ടായി? അടിപൊളിയാണ്, നല്ല നോമ്പറാണ്. എന്താണ് ഇവിടുത്തെ പാക്കേജ് ഒക്കെ? എങ്ങനെയാണ്? നമ്മുടെ അടുത്ത് റൈസ് പ്ലാറ്റർ ആണ്, 1750 രൂപ 5 പേർക്ക്. 5 പേർക്ക്. അതിൽ എന്തൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്? അതില് കരിമീൻ ഉണ്ട്, പിന്നെ അൽഫാം ഉണ്ട്, കബാബ് ഉണ്ട്. ഈ റൈസ് പ്ലാറ്ററിന്റെ ഒപ്പം അല്ലേ? കൊഞ്ചൊക്കെ ഉണ്ട്. പിന്നെ അതല്ലാണ്ട് നോമ്പ് തുറക്കുന്ന ടൈമില് ഫ്രൂട്ട്സ്, സാധാരണ ഉള്ള പോലെ തന്നെ ഫ്രൂട്ട്സ്, ജ്യൂസ്, കക്കറച്ചിയുടെ സമൂസ. എങ്ങനെയുണ്ട്? വർത്താണോ? 1750 ചിക്കൻ സമൂസ അടിപൊളി. 1750 രൂപ വർത്താണ്. കണ്ടല്ലോ, 2 നോമ്പും കൂടി ഉള്ളൂ. നോമ്പ് കഴിഞ്ഞാലും ഇവിടെ പ്ലാറ്റർ ഉണ്ടാവും തോന്നല്ലേ? പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ നല്ല ആംബിയൻസ് ആണ്, കലക്കൻ ആംബിയൻസ് ആണ്. വീഡിയോ കാണിച്ചു കൊടുത്തു. അല്ലടാ, ഇതിപ്പോ നോമ്പ് കഴിഞ്ഞാലും ഈ ഒരു പാക്കേജ് ഒക്കെ അവൈലബിൾ ഉണ്ടാവൂലേ? അപ്പൊ ഓക്കെ, ഈ ഒരു വീഡിയോ നോമ്പുറ വീഡിയോ വെച്ച് അവസാനിപ്പിക്കാനാണ്. കാണുമ്പോഴേക്കും ബൈ ബൈ. പോട്ടെ.